ഒരുമിക്കാൻ കൊതിക്കുന്ന മനസ്സുകൾ, പ്രണയസാഫല്യത്തിനായി എത്തുന്ന ദേവീക്ഷേത്രം. എന്താ പേര്? വിജയൻ. ചിലര് തരികിട വിജയൻ എന്നും വിളിക്കും. കാർന്നോർക്കുണ്ടോ പ്രേമം? ഉണ്ട്. എന്നിട്ട് കാമുകി എവിടെ? ഇപ്പൊ തന്നെ കാണണോ? മനുഷ്യന്റെ സ്വൈര്യം കളയാനായിട്ട് ഓരോ അലവലാദികൾ വന്നോളും. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു പറയാമോ മുത്തശ്ശ? നിങ്ങളുടെ പ്രേമം വർക്കാവണമെങ്കിൽ നിങ്ങൾ തന്നെ തൊള്ള തുറക്കണ്ടേ? പക്ഷെ എന്റെ പ്രേമം വർക്കായത് അവൻ കാരണമാണ്. ഞങ്ങളുടെ കോളേജിലെ ലവ് ഡോക്ടർ. അയാളുടെ കഥ മുഴുവൻ ഇങ്ങനെ പറയാൻ നിൽക്കുകയാണെങ്കിൽ എന്റെ തൊണ്ടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതുകൊണ്ട് മര്യാദയ്ക്ക് തന്നെ പറയാം. ഇത് വിനയചന്ദ്രന്റെ കഥയാണ്. പ്രേമിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി വിനയൻ എന്തും ചെയ്യും. ഞാൻ ചില ടിപ്സ് പറഞ്ഞുതരാം. താൻ ആ രീതിയിലൊന്ന് മൂവ് ചെയ്ത് നോക്ക്, സംഗതി ഓക്കെ ആയിരിക്കും. A few moments later. കണ്ടില്ലേ, വിനയന്റെ ടിപ്പ് ഉപയോഗിച്ചപ്പോ ഈ ചെക്കൻ അവന്റെ ലൈൻ സെറ്റായി. അതാണ് വിനയന്റെ പവർ. വിനയചന്ദ്രൻ. ആ വിനയചന്ദ്രൻ ഞാൻ അല്ല. നീ രക്ഷപ്പെട്ടു മോനെ. ഒരിക്കലല്ല, ഒരുപാട് നടന്നിട്ടുണ്ട്. ഒരു പെണ്ണിന്റെ അല്ല, പല പെണ്ണുങ്ങളുടെ പിന്നാലെ. നീ വിഷയത്തേക്ക് പാടാമായണ്ടി. അന്നൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഓരോരോ ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? അല്ല, അതൊക്കെ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ ഞങ്ങൾ ഡെയിലി ഇത് ആലോചിച്ച് നടക്കല്ലേ. ഇത് പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്ന വിനയചന്ദ്രന്റെ കഥയാണ്. പിന്നെ കഥ അയ്യടാ, അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. കാണാൻ പോകുന്ന കഥയുടെ രസം ഞാനായിട്ട് പറഞ്ഞു കളയുന്നില്ല. നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. അങ്ങനെ പോയാലോ? എന്തെങ്കിലും തന്നിട്ട് ഇത്രയും പറഞ്ഞല്ലേ. ഇതാണ് വിനയൻ. ബസ് സ്റ്റാൻഡിൽ പുസ്തകങ്ങൾ വിൽക്കുന്നതാണ് വിനയന്റെ ജോലി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഖസാക്കിന്റെ ഇതിഹാസം, രണ്ടാം മൂഴം അങ്ങനത്തെ ബുക്കൊക്കെയാണ് ഇയാള് വിൽക്കണതെന്ന്. എന്നാൽ അല്ല. ചെറ്റക്കുടിലെ പ്രണയം, പാതിരാക്കോഴി, കാട്ടുകോഴിക്കന്ത് ശങ്കരാന്തി ഇതുപോലത്തെ പേരുകളുള്ള അയാള് തന്നെ എഴുതിയുണ്ടാക്കിയ നോവലാണ് വിനയൻ വിൽക്കുന്നത്. അതിൽ പറഞ്ഞ പുസ്തകമാണ് ഇത്. ഞാൻ എഴുതിയ സമ്പൂർണ്ണ പ്രണയ നോവൽ. ചെറ്റക്കുടിലെ പ്രണയം വായിച്ചിട്ടില്ലാത്തവർ പാതിരാക്കോഴി വായിക്കരുത്. ഒന്നും വായിക്കണില്ല, അപ്പൊ പ്രശ്നമില്ലല്ലോ. വിനയന്റെ നോവലുകളിലും പ്രണയം തുളുമ്പി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടി തിന്ന ശേഷം കൈ തുടയ്ക്കാൻ പോലും ആരും അത് വാങ്ങിക്കുന്നില്ല. എന്റെ വഴിപിഴച്ച പ്രണയം വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ കൂറകളൊന്നും വായിക്കാറില്ല. ഒന്ന് വായിച്ചു നോക്കണം. അങ്ങനെ ബുക്ക് വിൽക്കുന്ന തിരക്കിനിടയിൽ വിനയൻ തൂണില് ചാരി നിൽക്കുന്ന രണ്ടുപേരെ കാണുകയാണ്. നിങ്ങൾ രണ്ടുപേരിൽ ആരോ ഒരാൾ എങ്ങോട്ടോ ഒരു യാത്ര പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണല്ലേ? ജോത്സ്യനാണോ? ശ്രീ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഇഷ്ടം ലേഡി മൗണ്ട് ബാറ്റനോട് തുറന്നു പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാവോ? ശരി. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ മോനിക്കയോട് തന്റെ പ്രണയം വെളിപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അറിയാവോ? ഓക്കെ. അറ്റ്ലീസ്റ്റ് നമ്മുടെ സിനിമാ നടൻ ദിലീപ് മഞ്ജു വാര്യരോട് അതെങ്ങനെയാണ് അവതരിപ്പിച്ചത് എന്നറിയാമോ? അന്നങ്ങട് പറഞ്ഞു കൊടുക്കണേ. പിന്നെ അയാൾ അവിടെ കിടന്ന് വിരകാണ്. ഉണ്ണികളെ കണ്ടാൽ അറിഞ്ഞുകൂടെ ഉള്ളിലുള്ള പ്രേമം. എന്റെ പൊന്നു മക്കളെ, ഈ ഫ്രണ്ട്ഷിപ്പ് ജാടയൊക്കെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞൊരു തീരുമാനം എടുത്തിട്ട് ആരാന്ന് വെച്ചാൽ എങ്ങോട്ടാന്ന് വെച്ച് പോവാൻ നോക്ക്. അങ്ങനെ വിനയന്റെ ഉപദേശം കേട്ട ഇവര് രണ്ടുപേരും ഒരുമിക്കുകയാണ്. ഞങ്ങൾ യാത്ര തന്നെ വേണ്ടെന്ന് വെച്ചു. താങ്ക്സ്. ഇനിയിപ്പോ അത് ആരുടെങ്കിലും ഭാര്യയാണെങ്കിലോ, അവൻ അയാൾ അറിയാതെ ആ പെണ്ണിനെ അടിച്ചിട്ട് വന്നിക്കുകയാണെങ്കിലോ? ഏത്? താങ്ക്സ്. കൂട്ടിക്കൊടുക്കല് ആസപ്പെട്ടവനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എത്രയായി ചേട്ടാ? 16 രൂപ. ഇതെന്താ ഇത്? ഒരുമാതിരി വൃത്തിയോട് കാണിക്കരുത്. കാശ് എന്നിട്ട് പോടോ. ഓട്ടോയ്ക്ക് കൊടുക്കാൻ 16 രൂപ പോലും വിനയന്റെ കയ്യിലില്ല. എന്നാലും പ്രേമിക്കുന്നവരെയൊക്കെ ഒന്നിപ്പിക്കണം. പറ്റിക്കും വെട്ടിക്കും അതിനു വേണ്ടി ആരെ വേണമെങ്കിലും. വല്ല പണിക്കും പോടോ. ഈ പണം പണമായിട്ട് തന്നെ തരണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പണത്തിന്റെ മൂല്യത്തിനനുസരിച്ച് എന്തെങ്കിലും കിട്ടിയാ പോരെ? ഓ, അങ്ങനെയാണോ? അപ്പൊ ഈ സിനിമയുടെ ടിക്കറ്റിന്റെ പൈസക്ക് പകരം കുറച്ച് ചക്കയും മാങ്ങയൊക്കെ തന്നെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവൂ. എന്റെ പട്ടി വാങ്ങിക്കും. പിന്നെ എന്താണോ താൻ പറയുന്നതിന്റെ അർത്ഥം കണ്ടെത്താൻ കഴിയുന്നവനൊക്കെ ഇങ്ങോട്ട് വന്നാ മതിയുടെ പുല്ലേ. വിനയന്റെ കൂട്ടുകാരിയാണ് ഗൗരി. കച്ചവടമൊക്കെ തകൃതിയായിട്ട് നടന്നു. ബസ് സ്റ്റാൻഡിൽ വെച്ച് കുറച്ച് പിള്ളേരെ ഒത്തുകിട്ടി. കളിയും ചിരിയും അതിനിടയ്ക്ക് പുസ്തക കച്ചവടവും ആകെ കൂടെ ഒരു അരങ്ങ് തന്നെ ആയിരുന്നു. അത് ശരി. അപ്പൊ കയ്യില് പൈസ ഉണ്ട്. എന്നിട്ടാണോ ഇയാൾ ആ ഓട്ടോക്കാരന് 16 രൂപ കൊടുക്കാഞ്ഞത്? അത് തന്നെ. അങ്ങനെ ഇരിക്കെ സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കാനുള്ള വിനയന്റെ കഴിവ് കണ്ട് ഒരാൾ അയാളെ തേടി വരികയാണ്. ഞാൻ സത്യശീലൻ, ഇവിടെ അടുത്തൊരു കോളേജിലെ പ്രൊഫസറാ. എന്നാ എന്നെ ഒന്ന് സഹായിക്കണം. നോ ഒന്ന് പറയരുത് പ്ലീസ്. സാരമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് കളയാം. അയാൾ വിനയന് കോളേജ് ക്യാന്റീനിൽ സപ്ലയർ ജോലി ഏർപ്പാടാക്കി കൊടുക്കുകയാണ്. സപ്ലയർ പണി എന്ന് പറ. അതിന്റെ ഇടയ്ക്ക് ഒരു കിടുക്കാച്ചി BGM വരും. ഓ, എന്താ അതിന്റെ ഒരു ഫീല്. ഇത് മര്യാദയ്ക്ക് അങ്ങോട്ട് പാടിക്കൂടെ? എന്തൊരു വിലയില്ലാത്ത എന്തി പാടുന്നു.
ആ ചെറ്റിയോടൊന്ന് വായടയ്ക്കാൻ പറ. ഇനി വിനയന്റെ കളികൾ അങ്ങ് കോളേജിൽ. ഈ മഞ്ജുവിനൊന്ന് വീഴ്ത്തിരക്ക് ഇനി എന്തൊരു വഴി? കോളേജിലെ ഒരു പയ്യന്റെ പ്രേമം പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കിയ വിനയൻ പണിയൊന്നും എടുക്കാതെ അവരുടെ ലവ് പ്രോബ്ലത്തിൽ ഇടപെടാൻ തീരുമാനിക്കുകയാണ്. നിങ്ങളുടെ ഡിസ്കഷൻ കേട്ടതുകൊണ്ട് എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നാണ് ഞാൻ ചോദിച്ചത്. തന്റെ ഒരു പുണ്ണാക്ക് ഞങ്ങൾക്ക് വേണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല ഞാൻ നിങ്ങളെ സഹായിക്കാവുന്ന. പണിയെടുക്കാൻ വന്ന പണിയെടുക്കടോ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ പിടിക്കുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയും. ഇതാണ് സുധി. സുധിക്ക് മഞ്ജുവിന് ഇഷ്ടാണ്, പക്ഷെ മഞ്ജുവിന് സുധീനെ ഇഷ്ടല്ല. ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വിനയൻ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. താൻ നാളെ തന്നെ മഞ്ജുവിനോട് പോയി ഒരു കാര്യം പറയണം. തനിക്ക് ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഓവോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പറഞ്ഞ ഏതായാലും നന്നായി. ഇനിയിപ്പോ ഈ ഡ്രസ് ഉപയോഗിക്കണ്ടല്ലോ. അടിപൊളി. വെറുക്കാനുള്ള ടിപ്പാണോ ഇയാള് പറഞ്ഞു കൊടുക്കണത്? ഇനി വിനയ് ചന്ദ്രന്റെ ടിപ്പ് നമ്പർ 2. മഞ്ജുവിന്റെ കയ്യിലുള്ളത് പോലത്തെ ഒരു ഫോണും സിമ്മും സെറ്റ് ആക്കണം. 1. മഞ്ജു ഏത് ഹാൻഡ്സെറ്റ് ആണോ ഉപയോഗിക്കുന്നത് സെയിം ഹാൻഡ്സെറ്റ് വിത്ത് ന്യൂ കണക്ഷൻ. എന്നിട്ട് മഞ്ജുവിന്റെ ഒറിജിനൽ ഫോൺ നൈസായിട്ട് അടിച്ചു മാറ്റി ഈ പുതിയ ഫോണ് അവിടെ വെക്കണം. എന്നിട്ട് മഞ്ജുവിന്റെ ഒറിജിനൽ ഫോണിൽ നിന്ന് കോളേജിലുള്ള പയ്യന്മാർക്കൊക്കെ ഐ ലവ് യു സേട്ടാ സക്കരെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കണം. അങ്ങനെ ഇയാൾ അയച്ച മെസ്സേജ് കാരണം മഞ്ജു കോളേജിൽ മൊത്തം നാണം കെടുകയാണ്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല പ്ലാനാണ്. നാണം കെട്ട സങ്കടം കാരണം മഞ്ജു ആത്മഹത്യ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി കലക്കിണ്ടാവും. തന്നെ ഞാനൊരു ഫ്രണ്ട് ആയിട്ട് തന്നെയാ കണക്കാക്കിയിരുന്നത്. താനാണ് എന്റെ ഫോൺ എടുത്ത് മാറ്റിച്ചതെന്നും ഈ കളി മുഴുവൻ കളിച്ചതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഈ കളിച്ച കളിക്ക് മിനിമം നിനക്ക് ഞാൻ ഒരു സസ്പെൻഷൻ എങ്കിലും വാങ്ങി തന്നിരിക്കും. കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ തന്നെ നടന്നല്ലോ, ചെലവുണ്ട്. 2 പ്ലാനും പൊളിഞ്ഞ സ്ഥിതിക്ക് ഉള്ള കാര്യം വിനയൻ തന്നെ മഞ്ജുവിനോട് പോയി തുറന്നു പറഞ്ഞു. ഇത് ആദ്യം തന്നെ അങ്ങോട്ട് ചെയ്ത പോരെ, ഉള്ള കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറയാ. പക്ഷെ അത് ഇയാള് പറഞ്ഞിട്ട് കാര്യമില്ല, അവനാണല്ലോ പ്രേമിക്കണ്, അവൻ തന്നെ പോയി പറയണം. അല്ലെങ്കിൽ എന്തിനാ ഈ പരിപാടിക്കൊക്കെ നിക്കണ് ഇത്ര ധൈര്യമില്ലെങ്കിൽ? ആ ചെറുക്കിന് തന്നെ ഇഷ്ടമാണ്, തനിക്കത് അങ്ങോട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത്ര വേണ്ടുള്ളൂ. അതിന് ഒരേപോലത്തെ 2 ഫോൺ വാങ്ങി അതിൽ സിമ്മ് മാറ്റി മെസ്സേജ് അയച്ച് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. താൻ അവനോട് ഇഷ്ടമല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം തനിക്ക് അവന് ഇഷ്ടമാണ് എന്നല്ല. എന്തൊക്കെയാടോ താൻ പറയണത്, ഒന്നും മനസ്സിലാവണില്ല. അതിനർത്ഥം തനിക്ക് അവന് ഇഷ്ടമാണ് എന്നല്ല, താൻ അവനെ ഇഷ്ടപ്പെടാം എന്നാകാം. ഇയാള് പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടാണോന്ന് അറിയില്ല. പിറ്റേ ദിവസം മഞ്ജുവിന് ഒരു മനം മാറ്റം. നാളെ രാവിലെ തന്നെ നീ ഒരു കാര്യം ചെയ്യണം, മഞ്ജുവിനെ വാച്ച് ചെയ്യുക. അതന്നെയല്ല അയാൾ എപ്പോഴും ചെയ്തോണ്ടിരിക്കണ്. ഇനിയിപ്പോ ഇത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവൾ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ക്ലാസ് റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്നത് നിനക്ക് കാണാൻ പറ്റിയോ? സംഭവം ഓക്കെയാ. ഒഴിഞ്ഞ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പ്രണയം ഉണ്ടെന്നാണോ അർത്ഥം? അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പ്രണയിക്കാനാണോ പോണത്? നീ അവളുടെ അടുത്ത് ചെന്നതിന് ശേഷം പതിഞ്ഞ സ്വരത്തിൽ കൂളായിട്ട്, ഞാൻ ചെയ്തൊക്കെ ബോറായി പോയെങ്കിൽ സോറി, എല്ലാം തന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. അടുത്ത ഡയലോഗാണ് അന്തസ്സുള്ളവനെ പണിയെടുത്ത് ജീവിച്ചു. എന്തിന്? അങ്ങനെ ആ പ്ലാൻ വർക്കായി. ഇയാൾക്ക് അങ്ങനെ ആശ്വസിച്ചാൽ മാത്രം മതിയോ? കണ്ടോ, ബാഗൊക്കെ അങ്ങോട്ട് വലിച്ചെറിയാണ്. പഠിക്കാനൊന്നും ഇയാൾക്ക് താല്പര്യമില്ലേ? ഈ സംഭവത്തോടെ വിനയ് ചന്ദ്രന് ഇവരെല്ലാരും കൂടി പുതിയൊരു പേര് നൽകി. ഇനി മുതൽ ഇവൻ വിനയചന്ദ്രൻ അല്ല, ഡോക്ടർ ലാ. മനസ്സിലായില്ല? ഇല്ല. റൊമാൻസ് കൺസൾട്ടന്റ്. എടാ, ഇവന്റെ പേരെന്താ? ചോദിച്ചത് കേട്ടില്ലേ? ഇവന്റെ പേരെന്താന്ന്? വിനയൻ. വിനയൻ 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 വിനയനല്ല, ഡോക്ടർ, ലവ് ഡോക്ടർ. അങ്ങനെ ഡോക്ടർ ലവ് അയാളുടെ പുതിയ പേഷ്യന്റിനെ പരിശോധിക്കുകയാണ്. ഇവൻ റോയ്, ഇവനാണ് അടുത്ത രോഗി. ഇവനവളെ മുടിഞ്ഞ ഇഷ്ടമാ, പക്ഷെ അവക്ക് ഇവനെ കണ്ണെടുത്താ കണ്ടുടാ. ഈ അവിടെ ഇവിടെ ചില എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടെന്നുള്ളത് ഒഴിച്ചാ ബാക്കിയവളുടെ കയ്യിലൊരു മുഴുവൻ ആണുങ്ങളുടെ. ഇവന്റെ കാര്യം ഓക്കെ ആക്കി എടുത്ത പോലെ അത്ര ചുളുവിൽ ഒപ്പിക്കാൻ പറ്റുന്ന കേസ് കേട്ടല്ല ഇത്. അപ്പൊ ഇയാൾ എന്തോ ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് ഈ സുധിയെ തന്റെ തലയിൽ കെട്ടിവെച്ചതെന്ന് മഞ്ജുവിന് മനസ്സിലായി. എന്നിട്ടും ഈ പെണ്ണ് ഒന്നും പ്രതികരിക്കാതെ അങ്ങനെ തന്നെ നിന്ന് ചിരിക്കുകയാണ്. ഇതിനെന്താ വല്ല വട്ടുണ്ടോ? വിനയൻ ഡോക്ടർ ലവ് ആയ ശേഷം അയാൾക്ക് കോളേജിൽ വൻ ഡിമാൻഡായി. അതൊക്കെ നോക്കാടോ. ഇത് എവിടെ പോന്നു? ഞാൻ അടുക്കളയിലേക്ക്. അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. മോൻ ആ കൗണ്ടറിൽ പോയി ഇരുന്നാ മതി. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇതാണ് ക്യാമ്പസ് ഡെവിൾ അഥവാ എബിൻ, റോയ് സ്നേഹിക്കുന്ന പെൺകുട്ടി. ഇനി ഡെവിളിനെ വീഴ്ത്താൻ ഡോക്ടർ ലവിന്റെ ചില പൊടിക്കൈകൾ. നീ നിന്റെ ഇഷ്ടം അവളോട് നേരിട്ട് പറയണം നാളെ തന്നെ. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. നാളെ പറയാൻ പറ്റിയ ദിവസമാണ് വാലന്റൈൻസ് ഡേ. ഡോക്ടറുടെ വാക്ക് കേട്ട് ഡെവിളിനെ പ്രപ്പോസ് ചെയ്യാൻ റോയ് തീരുമാനിക്കുകയാണ്. എന്നാൽ ഡോക്ടറുടെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയ ഡെവിൾ ഇങ്ങനെ പറയും: എന്റെ പപ്പ എന്നോട് പറഞ്ഞിരിക്കുന്നത് നല്ല നട്ടലുള്ള ഒരുത്തിനെ പ്രേമിക്കണമെന്നാ. അപ്പൊ പിന്നെ ഈ ജാതി സാധനത്തിനൊക്കെ ഞാൻ പ്രേമിച്ചു എന്ന് എന്റെ പപ്പ അറിഞ്ഞുള്ള അവസ്ഥ. തട്ടണമെന്നോ പറഞ്ഞു ഞാൻ. ആ
ആദ്യം ഒരു ഉശിര് അതുണ്ടാക്കിയെടുക്ക്. അപ്പൊ പിന്നെ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്കൊന്നുമില്ലെങ്കിൽ വിചാരിക്കെങ്കിലും ചെയ്യാലോ പുറകെ നടക്കുന്നവൻ ആണാണെന്ന്. പിന്നെ ചൂടാണ്ട് ഇല്ല അതോ ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഈ ജാതി സാധനത്തിനൊക്കെ ഞാൻ പ്രേമിച്ചു എന്ന് എന്റെ പപ്പ അറിഞ്ഞുള്ള അവസ്ഥ. ഇതൊക്കെ കേട്ടിട്ട് റോയ് ഉണ്ടല്ലോ ഒന്നും ചെയ്തില്ല. അയാൾ അങ്ങനെ തന്നെ നിന്നു. നിങ്ങൾ ഈ ചോട്ടാ ഭീം കണ്ടിട്ടില്ലേ? അതിൽ ആ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്ന 2 ഭടന്മാരുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇയാളെക്കാളും ഭേദം അവരാണ്. ഇത്രയൊക്കെ കേട്ടിട്ട് ഇയാൾ അങ്ങനെ തന്നെ നിൽക്കാന്ന്. ഡോക്ടർ ലവ് ഉള്ളതുകൊണ്ട് ഇയാൾക്ക് ഈ പെണ്ണിന് ഇഷ്ടമാണെന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും ഇയാൾ തുറന്നു പറഞ്ഞു. ഇല്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഇയാൾ പോണോടത്തൊക്കെ ഈ ഡോക്ടർ ലവിനെ ബാഗിലാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ? എന്റെ പൊന്നു മോനെ വേണ്ട, എനിക്കിനി തന്റെ കാര്യത്തിൽ യാതൊരു താല്പര്യവും. എടോ ഇതൊക്കെ കേട്ട് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടോ. റോയ് അങ്ങനെ അവിടെ ചീഞ്ഞു നാറി നിൽക്കുമ്പോ അവിടേക്ക് ഡോക്ടർ ലവ് കടന്നു വരികയാണ്. എനിക്ക് ഓൾറെഡി വേറെ ഒരാളെ ഇഷ്ടം. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. മുഖത്ത് ഞെട്ടലാണെങ്കിലും ഉള്ളില് നല്ല സന്തോഷം ഞങ്ങൾക്കറിയാം. അത് കാണിച്ചോ? ഞാൻ തനിക്ക് കുറച്ച് സമയം തരാം. അതിനുള്ളിൽ തനിക്ക് അറിയാവുന്ന പണി മുഴുവൻ പണിതോ എന്നെ ഇവനെ തമ്മിൽ ഒന്നിപ്പിക്കാൻ. പക്ഷെ ഞാൻ തരുന്ന സമയത്തിനുള്ളിൽ താൻ സക്സസ് ആയില്ലെന്ന് വെക്കേ പിന്നെ താൻ എന്റെ ഇഷ്ടത്തിന് നോ പറയരുത്. ആ ചലഞ്ച് ഡോക്ടർ ലവ് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് സമ്മതം. തന്റെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കണ്ട് അല്ലേ? അതായത് റോയ്ക്ക് ഈ പെണ്ണിനെ ഇഷ്ടമാണ്, പക്ഷെ ഈ പെണ്ണിന് റോയിനെ ഇഷ്ടമല്ല. അപ്പൊ ഇങ്ങനെയുള്ള 2 പേരെ തമ്മിൽ ചലഞ്ചൊക്കെ വെച്ച് ഒന്നിപ്പിച്ചിട്ട് എന്താണ് കാര്യം? ഇതിന്റെ പേരാണോ പ്രേമം? ആദ്യം തന്നെ നമുക്കൊരു പേഴ്സണൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ആ മാർട്ടിനും ഗ്രൂപ്പുമായിട്ട് അലമ്പുകൾക്ക് പണി കൊടുക്കാൻ നമ്മൾ കച്ചറകളെ കൂട്ടുപിടിക്കുന്നു. പക്ഷെ കച്ചറകൾ പറയും ചില അഡ്ജസ്റ്റ്മെന്റ്സ് പിന്നെ മനസ്സിലായി കാണുമല്ലോ. സമ്മതം. എടാ മോനെ റോയ്, ഇവള് നിനക്ക് വേണ്ടടാ, രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാ മതി. നമുക്ക് ഈ ചലഞ്ചും പ്രേമൊക്കെ അവസാനിപ്പിച്ചാലോ? വളരെ നല്ല തീരുമാനം. അവനെ കൊണ്ട് അതിനൊന്നും ആവൂതന്നെ. പിന്നെ ഒരു പരീക്ഷണം ഒത്തോ അത്ര തന്നെ വേണ്ട. എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ഓക്കെ. ഇത് വെറുതെ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാനാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാനാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അങ്ങനെ ചലഞ്ച് ഏറ്റെടുത്ത ശേഷം ഡോക്ടർ ലവ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. അയാൾ കുറെ അങ്ങോട്ട് നടക്കും, കുറെ ഇങ്ങോട്ട് നടക്കും. അപ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. ഈ ഡോക്ടർ ലവ് അഥവാ വിനയ് ചന്ദ്രൻ അഥവാ ചന്തു, ഇയാൾ പണ്ടൊരു അനാഥാലയത്തിലായിരുന്നു. അവിടെ ഇയാൾക്കൊരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് ശ്രീകുട്ടി. അനാഥാലയത്തിൽ കഴിഞ്ഞിരുന്ന ഡോക്ടറിനെ ദത്തെടുക്കാൻ ഒരു ഫാമിലി വന്നു. പക്ഷെ തന്റെ കളിക്കൂട്ടുകാരിയായ ശ്രീകുട്ടിയെ പിരിയാൻ ഡോക്ടറിന് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, എനിക്ക് ശ്രീകുട്ടിയെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ശ്രീകുട്ടിയെ കൊണ്ടക്കോന്ന്. ഞാൻ പോയ പിന്നെ ശ്രീകുട്ടിക്ക് അതൊരു വലിയ വിഷമം. അതുകൊണ്ട് ശ്രീകുട്ടി പോട്ടെ അല്ലേ? ബുദ്ധിമാൻ തന്നെയാടാ നീ, ബുദ്ധിമാൻ. അപ്പൊ 2 പേർക്കും പോവാതിരിക്കാലോ. ഏത് എന്ത് ഫ്ലാഷ് ബാക്ക് ആടോ അത്? സാധാരണ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ചന്തുവിന് ശ്രീകുട്ടിയെ പിരിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കുട്ടിയെ സെലക്ട് ചെയ്തോന്ന് പറയണം. അല്ലാണ്ട് ഇയാൾ പറയാണ് എനിക്ക് ശ്രീകുട്ടിയെ പിരിയാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ശ്രീകുട്ടിയെ കൊണ്ടക്കോന്ന്. നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞി കുടിക്കാൻ പോലും കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം? അങ്ങനെ അവിടുന്ന് പോയ ശ്രീകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി വലുതായപ്പോ ചന്തു കുറെ ശ്രമിച്ചു, പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആ ശ്രീകുട്ടിയാണ് നമ്മുടെ ഡെവിൾ. പിന്നെന്താ, ചലഞ്ച് അവസാനിക്കുന്ന ദിവസം താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ശ്രീകുട്ടിയോട് ഡോക്ടർ ലവ് പറയും, ഇനി മുതൽ നീ റോയെ സ്നേഹിക്കണം, കാരണം ഞാനാണ് നിന്റെ പഴയ കളിക്കൂട്ടുകാരൻ ചന്തു. ശ്രീകുട്ടിക്ക് ഓർമ്മയില്ലേ? ഇല്ല. ചന്തുവിന് പറയാനുള്ളത് കേട്ടിട്ടേ ശ്രീകുട്ടി പോകുന്നുള്ളൂ. ചന്തു ആണെങ്കി ഇപ്പൊ എന്താ ഇനി? നിങ്ങൾ ചന്തു ഒതേനോ ആരോ ആയിക്കോ, അതൊന്നും ഒരു കാര്യമില്ല. കാലം കുറെ കഴിഞ്ഞു ഇത്രേ. ഡോക്ടർ ലവ് പറഞ്ഞത് കേട്ടതും ഡെവിൾ റോയെ സ്നേഹിക്കാൻ തുടങ്ങി. ഇയാൾക്ക് നട്ടല്ലില്ല, ഇയാൾ ആണാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം ഈ പെണ്ണ് ഇയാളെ സ്നേഹിക്കാൻ തുടങ്ങിയത്രേ. നിനക്ക് ഇവളോടുള്ള സ്നേഹം അതിനി മുതൽ ഇവൾക്ക് നിന്നോടും ഉണ്ടാകും. നീ എന്താണ് ഒരു റിയാക്ഷൻ ഇല്ലാതെ നിൽക്കുന്നത്? അതിന് ഇയാൾ എപ്പോഴാ ഈ സിനിമയിൽ റിയാക്ട് ചെയ്തേക്കണ്? இதுக்கு நல்லது கெட்டது நண்பன் எதிரி எதுவுமே தெரியாது. It is just a stupid inference engine, that's all. അപ്പൊ പറഞ്ഞു വന്നത് ഡെവിള് റോയെ സ്നേഹിക്കാൻ തുടങ്ങി, നമ്മുടെ ഡോക്ടർ ലവ് ഗൗരിയെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ തൊള്ള തുറന്ന് അവരോട് പോയി കാര്യം പറയുക. അല്ലാതെ എന്റെ കോളേജിലെ മണഗുണാഞ്ചൻ റോയ് ചെയ്ത പോലെ കണ്ണി കണ്ടവനെയൊന്നും ഇടയിൽ പിടിച്ച് നിർത്തരുത്. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാ പിന്നെ നിങ്ങളുടെ പെണ്ണ് അവന്റെ ശ്രീകുട്ടി നാരായണിയൊക്കെ ആയിട്ട് മാറിന്ന് വരും. അപ്പൊ നിങ്ങളുടെ കാമുകി എവിടെ? എന്റെ കാമുകി ദേ പോണു ആരുടെയോ കൂടെ. ശ്രീരാഗം വാഴുന്ന ദേവി, പ്രാണമന്ത്രമുണർത്തുന്ന ദേവി.